ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ച് മഹാകുംഭമേളയിലൂടെ വൈറലായ മോനി ഭോസ്ലെ എന്ന മൊണാലിസ. ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനത്തിലാണ് മൊണാലിസ എത്തിയത്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ശാലീന സുന്ദരിയായിട്ടാണ് വൈറൽ താരം എത്തിയത്. മൊണാലിസയെ കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേർ തടിച്ചുകൂടിയിരുന്നു. മൊണാലിസ വേദിയിലെത്തിയ ഉടൻ തന്നെ എല്ലാവർക്കും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ചുവടുവെച്ചു. ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് ഡയമണ്ട് മാലയണിയിക്കുന്ന വീഡിയോയും ഇപ്പോൾ വൈറലാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് മഹാകുംഭമേള വൈറൽ ഗേൾ മൊണാലിസ के लिए മൊണാലിസ. ചുവപ്പിൽ ഗോൾഡൻ വർക്കുള്ള ലഹങ്കയണിഞ്ഞ് അതിസുന്ദരിയായാണ് മൊണാലിസ എത്തിയത്. 15 ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായി എത്തുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അവസരവും മൊണാലിസയെ തേടിയെത്തിയിരുന്നു. സനോജ് മിശ്ര സംവിധാനം ചെയ്ത ദ ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിൽ പെൺകുട്ടി നായികയായി എത്തും. 21 ലക്ഷം രൂപയ്ക്കാണ് സിനിമയുടെ കരാറിൽ മൊണാലിസ ഒപ്പുവെച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇൻഡോറിൽ നിന്നുള്ള മാല വിൽപ്പനക്കാരിയാണ് മൊണാലിസ. ഇരുണ്ട നിറവും ചാരക്കണ്ണുകളും വശ്യമനോഹരമായ പുഞ്ചിരിയുമായി എത്തിയ മൊണാലിസയുടെ ചിത്രങ്ങൾ ബ്ലോഗർമാർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് വൈറലായത്. പിന്നാലെ സിനിമയിലും അവസരം ലഭിച്ചു. ബോളിവുഡ് സംവിധായകൻ മനോജ് മിശ്രയുടെ സിനിമയിലൂടെയാണ് മൊണാലിസ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. കേരളത്തിൽ വന്നതിൽ സന്തോഷമുണ്ടെന്നും താൻ അഭിനയ ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ് എന്നും മൊണാലിസ തന്നെ പറഞ്ഞിരുന്നു. ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലൂടെയാകും മൊണാലിസ എത്തുക. ഈ സിനിമയുമായി ബന്ധപ്പെട്ട മൊണാലിസയുമായും അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചതായി സംവിധായകൻ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു. സിനിമയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിരുന്നില്ല. സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി എഴുത്തും വായനയും പഠിക്കുകയാണ് മൊണാലിസ ഇപ്പോൾ. സംവിധായകൻ നേരിട്ടാണ് മൊണാലിസയെ പഠിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സംവിധായകൻ പുറത്തുവിട്ടിരുന്നു. ഒരു ചെറിയ മുറിയിൽ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് ഹിന്ദി അക്ഷരങ്ങൾ എഴുതി വായിച്ച് പഠിക്കുന്നതാണ് ദൃശ്യങ്ങൾ. മൊണാലിസയുടെ സഹോദരിയും കൂടെയുണ്ട്. എഴുത്തും വായനയും അറിയാതെ എങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നതെന്ന് മൊണാലിസയോട് വീഡിയോയിൽ സനോജ് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക മാത്രമാണുള്ളതെന്നും എഴുത്തില്ലെന്നും അവൾ മറുപടി നൽകുന്നു. ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ പെൺകുട്ടിയെ പ്രശസ്തയാക്കിയത്. മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിൽ മാല വിൽക്കാനെത്തിയ 16-കാരിയാണ് മോനി ഭോസ്ലെ എന്ന മൊണാലിസ. മോനിയുടെ ദൃശ്യങ്ങൾ ആരോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടെ നിമിഷനേരം കൊണ്ടാണ് ഈ 16-കാരി വൈറലായത്. മോനി ഭോസ്ലെയെ സാമൂഹിക മാധ്യമങ്ങളിൽ മൊണാലിസ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.